ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒരു പാട്ട് ഇവിടെ വന്നു. ആ പാട്ട് മടവൂര് ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് ചോദിച്ചവരോട് നീ പറഞ്ഞോ എന്ന അർത്ഥത്തിലുള്ള ഒരു പാട്ട്. ഈ പാട്ട് വന്നപ്പോ നമ്മൾ പറഞ്ഞു മശായിഖിനെ കുറിച്ച് പാടുമ്പോ അത് ഹയാത്തിലുള്ള മശായിഖന്മാരോട് അന്വേഷിച്ചു വേണം, പദപ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. അതെന്നും പറയാനുള്ളതാണ്. അതേസമയം ആ പാടിയത് കുഫറാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണോ അങ്ങനെ പറയാൻ പാടില്ല. ഇത് രണ്ടും ഒന്നിച്ചു പറഞ്ഞുകൊണ്ടാണ് അന്നും ഇന്നും എന്നും നമ്മളത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല തർക്കല്ല, നസാറാക്കൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞത് ഒഴിവാക്കിയേക്കണം, തർക്കമില്ലാതെ. മശായിഖിനെ കുറിച്ച് പാടുമ്പോൾ അവരോട് അന്വേഷിക്കണം. അതേ സമയത്ത് ഒരാൾ അങ്ങനെ പാടിയാൽ പദപ്രയോഗം നടത്തി എന്നതുകൊണ്ട് മാത്രം കുഫറിലേക്കും ശിർക്കിലേക്കും തള്ളിവിടാൻ പാടില്ല. അന്ന് ഈ വിവാദം വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഭാഗം ഒന്ന് കേൾക്കാം. പലരും പിന്നെയും വസ്വാസം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കുന്നത്. പഴയ പ്രശ്നം എന്തെങ്കിലും കുഴപ്പം പറയണ്ടേ, ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഏതോ ഒരു പാട്ടുകാരൻ വന്നൊരു പാട്ട് പോലെ വന്നത്. ഇങ്ങനെ നോക്കിക്കാൻ പണ്ടൊരു പാട്ട് വന്നിരുന്നു, ആരാ പടച്ചോന്നൊക്കെ ചോദിച്ചു. അതിന് ആദ്യം വിമർശിച്ചത് നമ്മളാ, അങ്ങനെ പാടാൻ പാടില്ല, നമ്മളാണ് ആദ്യം പറഞ്ഞു. ഉടനെ പറഞ്ഞു ഞങ്ങൾ ഒരാൾ പാടിയാൽ മുർത്തതായി കാഫിറായി എന്നൊന്നും പറഞ്ഞു വരുമാണ്ട, നമ്മുടെ നിലപാട് വ്യക്തമായി. ഇന്നും അതിനെ പറയാണ്. ഞങ്ങൾ അത് വളരെ കൃത്യമായി അന്നും ഇന്നും എന്നും നമ്മുടെ നിലപാട് പറഞ്ഞതാണ്. ഇവിടെ പച്ച നന്നായി ചങ്ങായി പറയണ്ടേ, ഏടോ ചങ്ങായി 2025 എൻ്റെ ക്ലിപ്പല്ല ഞങ്ങൾക്ക് വേണ്ടിയത്. കാവനൂർ എന്ന് പറഞ്ഞത്, കാവനൂരിന് മുമ്പ് 2024 ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഇജ്ജ് പറഞ്ഞിട്ടില്ലേ കുഫറിനോട് സാമ്യമായതാണ് നസാറാക്കൾ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത്, അതേപോലെ കുഫറിനോട് സാമ്യമായ വാക്കുകളും ഞങ്ങൾ പറയില്ല. അപ്പൊ ഈ മടവൂർ പടച്ചോനാണെന്ന് പാടിയത് കുഫറിനോട് സാമ്യമുള്ള വാക്കാണ്, അത് ഞങ്ങളെ പേരിൽ ചേർക്കണ്ട എന്ന് പ്രസംഗിച്ചിട്ടില്ലേ? എന്തേ അതിനെ പറ്റി ഉണ്ടാത്തേ? എന്താണ് എൻ്റെ നാവ് ഇറങ്ങിപ്പോയി? അതിൻ്റെ ഇല്ലേ ഞാൻ തരാം. എൻ്റെ ആ പ്രസംഗം തന്നെ എൻ്റെ അടുത്തുണ്ട്. ഇതെന്താ മനസ്സിലാക്കിയത്? എനിക്ക് ആ പ്രസംഗം കിട്ടിയിട്ടില്ല, എൻ്റെ കയ്യിലില്ല. ഈ പാകെ വിളിച്ച കാമനൂർത്ത് ഇങ്ങനെ കൊടുത്തിട്ട് അതെന്താ ഡേറ്റ് രണ്ടെന്ന് കണ്ടോ? 2 ഡേറ്റും കാണേ. ഇത് പറഞ്ഞിട്ടില്ലേ കുഫറിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞത്? 2025 2024 കുഫറിലേക്ക് ചേർത്തു. കുഫറിനോട് സാമ്യമായതാണ്, തുല്യമായതാണ്, കുഫറിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ പടച്ചോനാണെന്ന് പാടാൻ പാടില്ല, ഞങ്ങളങ്ങനെ പാടില്ല, അതിനെ ഞങ്ങൾ തള്ളിക്കളയുന്നു. അങ്ങനെയാണെങ്കിൽ തള്ളിക്കളയേണ്ട ആവശ്യമില്ലല്ലോ, ഇന്നത്തെ തന്നെ വാദം വെച്ച് തള്ളേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അന്ന് വ്യാഖ്യാനിക്കാഞ്ഞ്? ഇന്ന് ഈ വ്യാഖ്യാനിക്കാമല്ലോ. അന്ന് ഈസാ നബിയെ പറ്റി അന്യ അഖ്ലൂഖുക്കും മിനത്വീനി ഖുറാനിൽ ചെയ്യുന്നോ ഇജ് പള്ളിക്കാസാർ പ്രസംഗിക്കുമ്പോൾ? എന്നിട്ട് എന്തേ കുഫറിനോട് സാമ്യപ്പെടുത്തിയത്? പിന്നെ ഇറങ്ങിയതാ ആയത്ത് 2025 ഇറങ്ങിയതാ, അല്ലെങ്കിൽ 2026 ആദ്യം പറഞ്ഞ ആയത്ത് തന്നെ അന്ന് ഈ ആയത്തില്ലേ നീ അല്ലേ? എവിടുന്ന് വരാൻ കഴിച്ച് ഞാൻ 2 ഡേറ്റ് ഉണ്ടോ? ഈ കുഫറിലേക്ക് സാമ്യപ്പെടുത്തി പറഞ്ഞത് എന്നാണ് 2024. കുഫറിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതോ 2025. എന്നിട്ട് 2025 ഞാൻ പണ്ട് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിലും പണ്ട് പറഞ്ഞിരിക്കണേ, അതാ ഞങ്ങൾ കൊണ്ടുണ്ട്. അതിനെ പറ്റിയ 3 വട്ടം ചോദിച്ചേ. എന്തേ എനിക്ക് തൊള്ള ഓർക്കാൻ കഴിയാത്തേ? എൻ്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ ചുരുണ്ട് പറഞ്ഞു നോക്കും. എനിക്കത് കിട്ടിയിട്ടില്ലേ? പിൻവലിച്ചുമ്പോൾ ആലോചിച്ചിട്ട് ഇനി കേട്ടോ. കാവനൂർത്ത് ഇപ്പോഴും എൻ്റെ ചാനലുണ്ട്, കാവനൂർത്ത് പ്രസംഗം എൻ്റെ ചാനലുണ്ട്. അപ്പം എനിക്ക് കിട്ടും. മറ്റേ പിൻവലിച്ചു പോയില്ലേ? ആ ഡേറ്റ് കണ്ടോളി. കുഫറിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാന്നുള്ളത്. ഓ പഴയ പ്രസംഗം എന്ന് പറഞ്ഞ ക്ലിപ്പ് കൊണ്ടിട്ടുണ്ട്. 2025 നവംബർ 24 ഈ ക്ലിപ്പാ കൊണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് കുഫറിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണേ, മശൈഖന്മാരുടെ സമ്മതത്തിൽ പാടണമെന്ന് പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞത് എന്നാ 2025 നവംബർ 24. എന്നാൽ കുഫറിനോട് സാമ്യമുള്ളതാണെന്ന് പറഞ്ഞതോ 2024. ആ ഡേറ്റ് കണ്ടോളി. കണ്ടില്ലേ? 2024 ആഗസ്റ്റ് 13 ചൊവ്വ കുഫറിലേക്ക് സാമ്യപ്പെടുത്തുന്നുണ്ട്. ഈസാ നബിനെ യഹൂദി നസാറാക്കൾ പറഞ്ഞതുപോലെയാണ് മടവൂർ പടച്ചോനാന്ന ചങ്ങായി പാട്ട് പാടിയതെന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് 2024 ഓഗസ്റ്റ് 13. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം മോൻ കാവലൂർ നിന്ന് പ്രസംഗിച്ച ക്ലിപ്പാണ് ഇന്നിട്ടത്, കഴിഞ്ഞിലിട്ടത്, അതിന് മുമ്പ് ഇട്ടത്. അപ്പോഴൊക്കെ ഞങ്ങൾ എത്ര ദിവസം മുമ്പ് ഈ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കണേ? എത്ര ദിവസം മുമ്പ് പുറത്തുവിട്ടിരിക്കണടാ ഞങ്ങൾ പള്ളിക്കാസാത്ത ക്ലിപ്പ്. എനിക്കതിനെ പറ്റി ഒന്നും പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ പെട്ട്. കാരണം പേരോടസ്ഥാനത്തിന് മുമ്പ് അത് ഇസ്ലാമിന് പുറത്താക്കിയ ആളില്ല. മനസ്സിലായോ ആ പാട്ടിനെ പറ്റി? എന്ത് പറയണ്ട എനിക്ക്? ഇനി ബാക്കി ആരിസുമതിനെ പറഞ്ഞോളൂ. അത് ആരിസുമതിനോട് തീർക്കാനുള്ള ആരിസുമതിനെ തീർക്കും. മനസ്സിലായോ? ഓൻ വലിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടേ, നിങ്ങൾ എന്തിനാ പിന്നെ കുഫറിലേക്ക് ചേർത്തതിന്? അത് കേട്ടോടി. കുഫറിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞിട്ട് തന്നെ കുഫറിനോട് സാമ്യത ഉള്ളത് പ്രസംഗിച്ചിട്ട് ഞങ്ങൾ ചേർത്ത്. ആ ചോദ്യം കേട്ടോടി എന്ന് ചോദിച്ചാണ്. പിന്നെ എന്തിനാ ചാടി ആ പാട്ടുകാരനെ കാഫിറാക്കാൻ വന്നത്? അതാണല്ലോ ചോദ്യം.
പിന്നെ എന്തിനാണ് ഞങ്ങള് ഖാലിക്കാണ് പടച്ചോനാണ് എന്ന് പറയുമ്പോഴേക്ക് കുഫ്ർ ചെയ്യാത്ത വന്നേ? കണ്ണാടിന്റെ മുമ്പിൽ പോയി ചോദിക്കടാ, കണ്ണാടിന്റെ മുമ്പിൽ പോയി ചോദിക്ക്, പള്ളിക്കൽ സ്ഥലത്തെ ക്ലിപ്പും കേക്ക്. കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. എന്തിനാണ് പിന്നെ നസാറാക്കൾ ഈസാ നബിയെ പറ്റി പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത്, അതിനോട് സാദൃശ്യമുള്ളതും നിങ്ങൾ പറയില്ല. അപ്പൊ അതിനോട് സാദൃശ്യമുള്ള വാക്കാണ് മടവൂര് പടച്ചോരാന്ന് പാട്ട് പാടിയ ആള് പാടിയതെന്ന് എന്തിനാ പ്രസംഗിച്ച്? കുഫറിനോട് എന്തിനാ സാമ്യപ്പെടുത്തിയത്? പറയാടാ, കണ്ണാടിന്റെ മുമ്പ് പോയി ചോദിക്ക്. ഞങ്ങളാ സാമ്യപ്പെടുത്തിയത്? ഇതല്ലേ പള്ളിക്കൽ ബസാർ വെച്ച് 2024 ആഗസ്റ്റ് 13 ചൊവ്വാഴ്ച ആ പാട്ട് നസാറാക്കൾ പറഞ്ഞ മാതിരിയാണ്, ഈസാ നബിയെ പറ്റി പറഞ്ഞതിനോട് സാമ്യത ഉള്ളതാണ്, തുല്യത ഉള്ളതാണ്. അതുകൊണ്ട് അതും ഞങ്ങൾ പാടൂല, ഞങ്ങളതിനെ തള്ളിക്കളയുന്നു, ഞങ്ങളതിനെ എതിർക്കുന്നു ഇന്ന് പറഞ്ഞ വ്യാഖ്യാനം അന്നില്ലേനോ അള്ളാന്റെ ഖുറാനിലെ? ഇല്ലേനോ? ഈസാ നബിനെ പറ്റി അന്നിയഖുലുക്കും എന്ന് പറഞ്ഞ ആയത്തും ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞ ആയത്തും അള്ളാന്റെ ഖുറാനിൽ ഇല്ലേനോ? ഇതെന്താ നീ വ്യാഖ്യാനിക്കാഞ്ഞ്? അതായത് അതിനെ മറുപടി ഇട്ടുണ്ട്. കാവനൂർത്തേക്ക് വേണ്ട വേണ്ട, കാവനൂർത്ത് പിന്നെ മലക്കം പറഞ്ഞതാ, മനസ്സിലായോ? ആ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇതവിടെ മുടിച്ച് കണ്ടേ, ഇതൊക്കെ പിൻവലിച്ച ശേഷം എല്ലാം കാവനൂർത്തേക്ക് വന്നിക്കുക. ആൾക്കാരെ പറ്റിച്ചാൽ മതി. ഞാൻ കാവനൂർ പണ്ടേ പറഞ്ഞേക്കണേ, കുഫറിലേക്ക് ചേർക്കരുതെന്ന് പറഞ്ഞേ, നാജി കുഫറിലേക്ക് ചേർത്തത് പറയണ്ടേ, കുഫറിനോട് സാമ്യപ്പെടുത്തിയത് പറയണ്ടേ. അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ട് മുണ്ടില്ല. അന്ന് എനിക്ക് കുഫറിനോട് സാമ്യമായതായിരുന്നു മടവൂർ പടച്ചോനാന്ന് പാട്ട് പാടിയത്. ഇന്ന് എനിക്ക് കുഫറിനോട് സാമ്യമായതല്ല, കുഫറിലേക്ക് ചേർക്കാൻ പാടില്ല ജന്നെ പറയാ. മുമ്പ് ജി സാമ്യപ്പെടുത്തി ജന്നെ പറയാ, സാമ്യപ്പെടുത്താൻ പാടില്ല. ഇപ്പം അന്ന് സാമ്യപ്പെടുത്തിയത് എന്തുകൊണ്ട്? ഈ ആയത്തുകളൊക്കെ അന്നില്ലേ? ഇന്ന് വായിക്കണ കിതാബുകൾ അന്നില്ലേനോ? അന്ന് ഈ പറഞ്ഞ മറുപടി അന്ന് പറഞ്ഞാൽ പോരേനോ? എവിടെ ഇനി അതിന് മറുപടി വരണം. 3 പ്രാവശ്യം പാരിസ് മദനി ഇപ്പോൾ കേൾപ്പിച്ചു. ഞങ്ങൾ പലവട്ടം ഈ ഗ്രൂപ്പിൽ കേൾപ്പിച്ചു. ഈ ക്ലിപ്പ് തന്നെ ഇല്ല, മനസ്സിലായോ? ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കണ്ടേ. ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരും, ഇത്തന്നെ പറ്റി അറിയാം. കുറഞ്ഞ ഉരുണ്ട് പറയാനൊക്കെ നോക്കും, പക്ഷെ ഇവൻ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇതിന്റെ ഉറവിടം. അല്ലേ? അല്ലെങ്കിൽ അടുത്ത പരിപാടി കേൾപ്പിച്ച് പറയും. അന്ന് എന്തുകൊണ്ട് തള്ളി? ഇന്ന് ചെയ്യുന്ന വ്യാഖ്യാനിക്കുക. അന്ന് തള്ളി. പിന്നെ മശായിഖന്മാരെ സമ്മതവും കൊമ്മതൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. അതോടെ വെച്ചാളെ, അതൊക്കെ പിന്നെ ഉണ്ടാക്കിയതല്ലടാ. അതൊക്കെ ഇപ്പം അടുത്ത് 1 കൊല്ലത്തിൽ 2 കൊല്ലമായി. ഈ കാവലൂർ പ്രസംഗിക്കണ 1 കൊല്ലം മുമ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 2 കൊല്ലം കഴിഞ്ഞു. എനിക്കറിയോ? എൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും, നമ്മളടുത്ത് പോയിട്ടില്ല. മനസ്സിലാക്കിക്കോ. കണ്ണാടിന് മുമ്പ് പോയി ചോദിക്കുക, എന്തിനാണ് കുഫറിനോട് സാമ്യപ്പെടുത്തിയത് കേട്ടോ? എന്നിട്ടുണ്ട് വാ. എത്ര വട്ടം ചോദിച്ചു, മറുപടി ഉണ്ടോ? ഇനി എനിക്ക് പറയാൻ കഴിയോ? ഞാൻ അടുത്തില്ലെന്ന് പറയും.